ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 50,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡിലത്തെ ബെല്ലൈക്കനൊക്കെ പ്രസ് ചെയ്ത് ഉള്ളതൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോകാം. ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. വിവോ V40 Pro. വിവോ V40 അല്ല, വിവോ V40 Pro. നിങ്ങളൊരു നല്ല ക്യാമറയ്ക്കും അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസിനൊക്കെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ പരിഗണിക്കാവുന്നതാണ്, നമ്മുടെ വിവോ V40 Pro. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K അൾട്രാ ആംലറ്റ് സ്ലിം 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 4500 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിന്റെ Dimensity 9200 പ്ലസ് ആണ്. അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലിലാണ്, അതായത് ഈ ഒരു ഫോണിലെ എല്ലാ ക്യാമറയും 50 മെഗാ പിക്സലാണ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. ഒരു കിടിലം വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഒരു നല്ല ക്യാമറ ക്വാളിറ്റിക്കും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസിനൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ IP68 വരുന്നത്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+ 256GB ROM വേരിയന്റ് 46,999 റുപ്പീസിനാണ് വരുന്നത്. 47,000 റുപ്പീസിന് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടെ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്കാണ്. മോട്ടോ Edge 50 Ultra. അത്യാവശ്യം ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിക്കൊക്കെ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ 1.5K POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 120 Hz അല്ല, 144 Hz. പിന്നെ 2500 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. 8 Gen 3 അല്ല, 8S Gen 3 ആണ്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡും പ്ലസ് 64 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോയാണ് വരുന്നത്. സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലിന്റെ. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊള്ളാം. 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഇവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ IP68 കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+ 512GB ROM വേരിയന്റ് 52,999 റുപ്പീസിനാണ് വരുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് 50,000 അല്ലെങ്കിലും 35,000 റുപ്പീസിൻ്റെതാണ്. നമ്മുടെ iQന്റെ Neo 9 Pro. പറയാൻ കാരണം ഒരു ബെസ്റ്റ് പെർഫോമൻസിന് ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 144 Hz AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 പ്രോസസർ പ്ലസ് നമ്മുടെ iQന്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് നമ്മുടെ ഒരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്പിലാണ് വരുന്നത്. പിന്നെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു നല്ല പെർഫോമൻസിൽ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു iQന്റെ Neo 9 Proയും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ 34,999 റുപ്പീസിനാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്. സാംസങ് ഗാലക്സി S23 ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്. 40,000 റുപ്പീസിലൊക്കെ വാങ്ങാവുന്ന ഒരു ബെസ്റ്റ് സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണാണ്. 20 Hz ഡൈനാമിക് AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 പ്രോസസർ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസറാണ്. പിന്നെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. നിങ്ങളൊരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കൂടെ ഒരു കിടിലം പെർഫോമൻസിനൊക്കെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാംസങ്ങിന്റെ ഗാലക്സി S23 പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 38,000 റുപ്പീസിനൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഷവമിയുടേതാണ്. Xiaomi 14 ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.36 ഇഞ്ചസിന്റെ 1.5K LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്, അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. പിന്നെ 3000 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ്. ഒരു കിടിലം പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് 32 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. നമ്മുടെ ലൈക്കയുടെ ബ്രാൻഡിംഗ് ആണ്.
കിടിലം ക്യാമറ ക്വാളിറ്റിയാണ് ഇവിടെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4610 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിന്റെ ഹൈപ്പർ ചാർജിങ് ആണ്. പിന്നെ 50 വാട്ട്സിന്റെ വയർലെസ് ടർബോ ചാർജിങ്ങും കിട്ടുന്നുണ്ട്. സോ അതൊക്കെ കൊള്ളാം. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്, IP68 കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X Plus, UFS 4.0 കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+512GB ROM വേരിയന്റ് 49,999 rupees-നാണ് വരുന്നത്. സോ 50,000 rupees-ന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി ഒക്കെയാണ് വരുന്നത്. നമ്മുടെ ലൈക്കയുടെ ബ്രാൻഡിങ് കിട്ടുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്. iQ12. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ക്യാമറയും ഡിസ്പ്ലേയും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സോ 50,000 rupees-ന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മുടെ iQൻ്റെ 13 ഈ ഒരു ഡിസംബറിൽ വരാൻ പോവുകയാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റാണ്. ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 50,000-ലൊന്നും ആയിരിക്കില്ല, എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 2K LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ്. പിന്നെ 1400 ഹെർട്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ iQൻ്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്നൊരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഒരു കിടിലം പെർഫോമൻസിന് ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 64 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. പിന്നെ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, വെറ്റ് ടച്ച് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റേ നനഞ്ഞ കൈ കൊണ്ട് സ്ക്രീൻ നീക്കുമ്പോൾ വർക്കാവുന്ന പരിപാടി. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+256GB ROM വേരിയന്റ് 52,999 rupees-നാണ് വരുന്നത്. സോ 53,000 rupees-ന് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ക്യാമറയും ഡിസ്പ്ലേ ഒക്കെ വെച്ച് വരുന്ന ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു iQൻ്റെ 12-ഉം. പിന്നെ നമ്മുടെ Xiaomi 14-ഉം ഒരു കിടിലം ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അവിടെയും സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ആണ് വരുന്നത്. ലൈക്കയുടെ ക്യാമറയാണ്. സോ ഇതൊക്കെയാണ് 50,000 rupees-ന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.